കുട്ടനാട് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണം തള്ളി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി റെജി ചെറിയാൻ. താൻ ആർക്കും പണം നൽകിയിട്ടില്ല, പേയ്മെന്റ് സീറ്റാണെന്ന് പറയുന്നവർ തെളിവ് കാണിക്കട്ടെ എന്നും റെജി ചെറിയാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആ റിപ്പോർട്ടും കാണാം. യുഡിഎഫിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുഡിഎഫിന്റെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിയാണ് കുട്ടനാടിൽ റെജി ചെറിയാനാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ റെജി ചെറിയാൻ തന്നെ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ഏതായാലും താങ്കളുടെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി യുഡിഎഫിലൊരു കലഹത്തിനാണ് തുടക്കമായിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇല്ല, യുഡിഎഫിൽ ഒരു കലഹവും ഇല്ല. യുഡിഎഫിൽ ഒരു കലഹവും ഇല്ല. ഇതിന്റെ പേരിൽ വലിയൊരു വിവാദവുമില്ല. കാരണം ഇത് വ്യക്തിപരമായിട്ട് ആർക്കും എന്തും പറയാം. കാരണം ഞാൻ അതിനെ കുറ്റം പറയില്ല. പക്ഷേ ഇവരാരും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടുമില്ല. അപ്പം പിന്നെ എനിക്ക് അതിനകത്തിൽ ഒന്നും ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് ആർക്കും എന്തും പറയാം. അതിൽ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ കുട്ടനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് വാർത്ത ചെയ്താണ് പലരും കോൺഗ്രസിന് രാജിവെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തുനിന്നും BJP-ന്നും സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ ഒത്തിരി രാജി അവിടെ ഇവിടെയൊക്കെ നടന്നു അല്ലേ. അതൊക്കെ വ്യക്തിപരമല്ലേ, അവർ വ്യക്തിപരമായിട്ട് പോവും. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. സജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരനാണ്. ഇപ്പോൾ താങ്കൾ NCP-യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ താങ്കളുടെ മുൻ സഹപ്രവർത്തകനായ തോമസ് കെ തോമസ് ആണ് താങ്കളുടെ എതിരാളിയായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് രാവിലെ സംസാരിച്ചപ്പോൾ എല്ലാം നിങ്ങൾ തമ്മിലൊരു നിയമപ്രശ്നം പോലും നിയമയുദ്ധം പോലും നടക്കുന്നു എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായിരുന്നു ആ കേസ്? നിങ്ങൾ ബോബനും മോളിയും കഥ വായിച്ചിട്ടുണ്ടോ? ആ കഥയിലെ പോലെ ഒരിക്കൽ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്ലാഷ് ന്യൂസ് കണ്ടു. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്നു, റെജി ചെറിയാൻ എന്തോ MLA ചെയ്യാൻ ശ്രമിച്ചു. ഈ MLA-യോട് ചോദിക്കണം, ആ നിയമയുദ്ധം നെടുമുടി പോലീസ് സ്റ്റേഷൻ വരെ പോയി ഈ 2-3 വർഷത്തിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് കൊടുത്തോ? റെജി ചെറിയാൻ എവിടെ വെച്ച് എപ്പം എങ്ങനെ ചെയ്തു എന്ന് കൊടുത്തോ എന്നൊരു ചോദ്യം ഇനിയും കാണുമ്പോൾ ചോദിക്കണം. കാരണം ഞാനൊരു നല്ല ജീവിതം നയിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. എന്നെ സമൂഹത്തിന് മുമ്പിൽ ആക്ഷേപിച്ചു, മോശക്കാരനാക്കി, നിയമസഭയിൽ വരെ വലിയ കോലാഹലം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നിയമയുദ്ധം കുട്ടനാട്ടിൽ പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള പൈസ. ഈ കുട്ടനാട്ടിലെ താങ്കളുടെ സ്ഥാനാർത്ഥം വ്യക്തിപരമായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണല്ലേ? ഞാനും തോമസ് കെ തോമസുമാണ് ഞങ്ങൾ രണ്ട് ധ്രുവമാണ്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയവും എല്ലാം ഉണ്ടാവും. റെജി ചെറിയാൻ എന്ന വ്യവസായിയെ കേരള സമൂഹത്തിന് അറിയാം. പക്ഷേ താങ്കളുടെ രാഷ്ട്രീയക്കാരൻ ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോവുക? നമ്മളെല്ലാം ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് മലയാളികൾ. പക്ഷെ കുട്ടനാടിനെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നുമില്ലാത്ത, യാതൊന്നും ചെയ്തിട്ടില്ലാത്ത, കുടിക്കാൻ വെള്ളം കൊടുത്തിട്ടില്ലാത്ത, എല്ലാം വിട് അത് മാത്രം കൊടുത്തിട്ടില്ലാത്ത ഈ നാട്ടിൽ അതിനെല്ലാം പരിഹാരം ഞാൻ പറഞ്ഞത്. എൻ്റെ 35 വർഷത്തെ എൻ്റെ എഞ്ചിനീയറിംഗ് പരിചയം വെച്ച് 100% കുട്ടനാടൻ ജനത എന്നെ കൈത്താങ്ങി അവരുടെ കൂടെ എന്നെ കൊണ്ടുപോകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഏതായാലും ഈ പേയ്മെന്റ് സീറ്റാണ് കുട്ടനാട്ടിലേത് എന്ന ആരോപണം കനക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയാൻ. അപ്പോഴും ഇതൊരു രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറം തോമസ് കെ തോമസുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ യുദ്ധം കൂടിയായി ഇതിനെ കാണേണ്ടതുണ്ട്. കുട്ടനാട് നിന്നും ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം.